നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആരാണ് നിശ്ചയിക്കേണ്ടത് എന്ന കാര്യത്തിൽ നിയമ നടപടികൾ പുനരാവിഷ്കരിക്കണം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെടുന്ന പാനൽ എന്ന രീതിയിലേക്ക് നിയമ നടപടികൾ പുനഃക്രമീകരിക്കണം. കാരണം ഇപ്പോഴത്തെ പാനലിൽ ഉള്ളത് പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും. സ്വാഭാവികമായും അത് നിയമവകുപ്പ് മന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത. പിന്നീട് പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. നിലവിൽ അത്തരത്തിലാണ്. ആ പാനലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള പാനൽ ഒരു നിയമ നടപടിയിലേക്ക് വന്ന് പുനഃക്രമീകരണം ഉൾപ്പെടെ വന്ന് ഭേദഗതി വന്നുകൊണ്ട് ചെയ്താൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നീതിയുക്തമാവുകയുള്ളൂ എന്ന് പരിപൂർണമായി സുപ്രീം കോടതി ഉറച്ചു വിശ്വസിക്കുന്നു. നിലവിൽ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായും ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാർ അല്ലാതെ എസ് സന്ധുവും ജ്ഞാനവേലുമാണ് ഈ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ. സ്വാഭാവികമായും മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കാണ് ഈ പദവി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി അല്ല നടക്കുന്നത്, EVM-ൽ കളി നടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ചതി പ്രയോഗം. BJP അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് വലിയ രീതിയിലുള്ള അട്ടിമറി നടത്തുന്നുണ്ട്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മൾ കണ്ടതല്ലേ എന്നുള്ള രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിയാണ് ഓരോന്ന് പറയുന്നത്. അതും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ആദ്യമൊക്കെ സുപ്രീം കോടതി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഹർജികൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അതെന്താ നിങ്ങൾ തോൽക്കുമ്പോൾ മാത്രം EVM-നെ കുറ്റപ്പെടുത്തുന്നത് എന്നൊരു വാക്കാണ് ആദ്യം ഉപയോഗിച്ചത്. പക്ഷേ ക്രമേണ സുപ്രീം കോടതി അതിൻ്റെ ഏറ്റവും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അഗാധമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. ദിവസേന നിരവധി മണ്ഡലങ്ങളിലെ കള്ളക്കണക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ ഉള്ള അധികമായിട്ടുള്ള വോട്ടുകൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും അധികം വന്നിരിക്കുന്ന വോട്ടിംഗ് ശതമാനം, ഏറ്റവും ഒടുവിൽ ഇതാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള തിരിമറി, വോട്ട് ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 70 അസംബ്ലി മണ്ഡലങ്ങളിലുമായി അധിക വോട്ടുകൾ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 3.5 ലക്ഷത്തിലധികം അധിക വോട്ടുകൾ എങ്ങനെ ആഡപ്പ് ചെയ്തു? സ്വാഭാവികമായും 50,000-ഓ 75,000-ഓ വന്നാൽ അത്ഭുതപ്പെടാൻ കാര്യമില്ലായിരുന്നു. പക്ഷേ 3.5 ലക്ഷം വോട്ടർമാർ അധികം വന്നത് ഒരു കൃത്യമായ ഒരു ക്ലിയർ കട്ട് മെസ്സേജാണ് എന്നുള്ള സൂചന അവിടെ ഉടലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എസ് സന്ധു, ജ്ഞാനവേൽ തുടങ്ങിയ നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ പാനലിലെ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും വലിയ ഒരു ബുദ്ധിമുട്ടായി വന്നിരിക്കുന്നത്. പാനൽ അംഗങ്ങൾക്ക് പുറത്തുനിന്നൊരാളെ നിയമിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ സുപ്രീം കോടതി പറയുന്നത് ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പാനലിലേക്ക് കൊണ്ടുവരണം. വാസ്തവത്തിൽ ഇത് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറയാൻ ആഗ്രഹിച്ചത്. തെരഞ്ഞെടുപ്പിനെ നീതിയുക്തമാക്കണമെങ്കിൽ EVM ദൂരെ എടുത്ത് കളയണം, പേപ്പർ ബാലറ്റ് വരണം. EVM ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം EVM-ൽ കൃത്യമായും ഹാക്കിംഗ് പ്രോസസ് ഉൾപ്പെടെ നടക്കാൻ കഴിയും. അത് തെളിയിച്ചിട്ടുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് ബഹിഷ്കരിച്ചത് അതിൻ്റെ ഫലമായാണ്. എന്തിനധികം പറയുന്നു, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ഇന്ത്യ പറയുമ്പോഴും US-ൽ നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അവിടെ EVM അല്ല ഉപയോഗിക്കുന്നത്, പകരം പേപ്പർ ബാലറ്റ് സിസ്റ്റമാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി സുപ്രീം കോടതിയിൽ ഹർജിയിൽ ഫയൽ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് രാജീവ് കുമാറിനെ മാറ്റുമ്പോൾ ഏറ്റവും നീതിയുക്തമായി നടത്തണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്.